മുമ്പായിട്ട് ഇതാണ് ഞാൻ പള്ളിമുക്ക് പഠിച്ച് A1 to B1 കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്. ഞാൻ ട്രിവാൻഡ്രത്ത് പോയി എഴുതിയ സർട്ടിഫിക്കറ്റാണ്. നിങ്ങൾക്ക് കാണാം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ജർമ്മൻ B2 പാസ്സായ എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ജർമ്മൻ റിലേറ്റഡ് വീഡിയോസ് ആണെങ്കിലും എൻ്റേതായിട്ടുള്ള എല്ലാ വീഡിയോസ് ആണെങ്കിലും ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ടെൽക്കിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഇതാണ് ഞാൻ പള്ളിമുക്ക് പഠിച്ച് A1 to B1 കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഞാനത് സ്ക്രീനിൽ കാണിക്കാം. അതിനുശേഷം ഞാൻ ട്രിവാൻഡ്രത്ത് പോയി എഴുതിയ സർട്ടിഫിക്കറ്റാണ്. നിങ്ങൾക്ക് കാണാം. നമുക്ക് സ്പീക്കിങ്ങിൽ പാസ്സാകാൻ എനിക്ക് ഈ ഒരു മാർക്കിന് വേണ്ടി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നെക്കൊണ്ടാവുന്ന നന്നായിട്ട് ഞാൻ പറഞ്ഞു. എനിക്കിത് മലപ്പുറം ഫെയിലാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് ഞാൻ മാത്രം നേരിടുന്നൊരു ഇഷ്യൂ അല്ല. ട്രിവാൻഡ്രത്ത് എക്സാം എഴുതിയ എല്ലാവർക്കും 1-2 മാർക്കിനാണ് സ്പീക്കിങ്ങിൽ. എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, നമ്മൾ നന്നായിട്ട് പറഞ്ഞു ഈ ഒരു മാർക്ക് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ പറയാണ്ടിരുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ കളമശ്ശേരിയിൽ ടെൽക്കിൻ്റെ ഡേറ്റ് എടുത്ത് പോയി എക്സാം എഴുതുന്നത്. അവിടുത്തെ എൻ്റെയും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത് പറയുന്നത് സൺഡേ ആണ് അവൾ എക്സാമിൻ്റെ ഡേറ്റ് ബുക്ക് ചെയ്തത്. ഞാൻ മൺഡേ ആയിരുന്നു. അങ്ങനെ ഞാൻ 5 ഇതിൽ എക്സാം നടക്കുന്നുണ്ട്. 5 പേര് എക്സാമിനേഴ്സായിട്ട് അവിടെ ഉണ്ട്. അതിലെനിക്ക് കിട്ടിയത് അരുൺ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കൊടുക്കുക. ഇദ്ദേഹമാണ് എനിക്ക് അന്ന് എക്സാം എടുക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അന്ന് ഓൾറെഡി നമ്മൾക്ക് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ഒരു സാറിങ്ങനെ പറയുന്നുണ്ടായി, നിങ്ങൾ പേപ്പർ ഒരു കാരണവശാലും നോക്കി പറയരുത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന പോയിൻറ്റ്സ് എന്തും ആയിക്കോട്ടെ, നിങ്ങൾ പേപ്പർ നോക്കി പറയരുത്, നിർത്തരുത്, കൂളായിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കിട്ടിയ പാർട്ട്ണർ അവൾക്ക് ഇടയ്ക്ക് നിന്ന് പോകുന്നുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. സെക്കൻഡ് ടൈം നിർത്തിയപ്പോഴത്തേക്കും അവളോട് വീണ്ടും ചോദിച്ചായിരുന്നു എന്തെങ്കിലും കൂടി പറയാനുണ്ടോ എന്ന്. അപ്പോൾ ഇദ്ദേഹം മാത്രമല്ല, ഓൺലൈനിൽ ജർമ്മനിയിൽ നിന്ന് ആരും കൂടി നമ്മൾ എക്സാം ചെയ്യുന്നത് കാണുന്നുണ്ട്. അങ്ങനെ നിന്ന് ലാസ്റ്റ് ഞങ്ങളത് പറഞ്ഞ് അവസാനിപ്പിച്ചു. ബട്ട് റിസൾട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടിനെ ഇതേപോലെ എക്സാമിൽ അവൾ പേപ്പർ നോക്കാനാണ് പറഞ്ഞത്, നന്നായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു. ബട്ട് അവൾ ഫെയിൽഡായി. അതേപോലെ തന്നെ എൻ്റെ പാർട്ട്ണറായിട്ടുള്ള കുട്ടിയും ഫെയിൽഡായിരുന്നു. പക്ഷേ എനിക്ക് എക്സാം കിട്ടി. അപ്പോൾ ഇനിയാണ് ഞാൻ എങ്ങനെയാണ് എക്സാം പാസ്സായെന്നുള്ള എൻ്റെ ഒരു ടിപ്സ് അല്ലെങ്കിൽ ആ ഒരു ട്രിക്സ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എക്സാം പാസ്സായെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് ലേസിംഗ് ഹോറൻ സ്ട്രൈവൻ എന്നുള്ള സ്ട്രൈവനിങ് ഞാനൊരു റേഡൽ മെറ്റൽ ഞാൻ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 150 വേർഡ്സ്, ഞാനിപ്പോൾ മറന്നുപോയി. ആ അത്രയും വേർഡ്സിലുള്ളത് കറക്റ്റ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റേഡൽ മെറ്റൽ വെച്ചിട്ടാണ് ഞാൻ സ്ട്രൈവൻ എഴുതിയത്. അപ്പോൾ അത് വേണമെന്നുള്ളവരാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് ഒന്ന് DM ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ആ ഒരു ഇതാണ് സ്ട്രൈവൻ ഞാൻ യൂസ് ചെയ്തത്. എനിക്ക് എല്ലാവരിലും കൂടുതലും മാർക്ക് സ്ട്രൈവന് കിട്ടിയായിരുന്നു. എല്ലാവർക്കും 9, 21 ഇടവേറ്റ് 33 മാർക്ക് കിട്ടി ആ ഒരു റേഡിയൽ മെറ്റിൽ വെച്ച്. പിന്നെ ഹ്യോറനും ലേസനും അത് കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്തു. അതുപോലെ ലേസനിൽ ഞാൻ കോഡ് ഉപയോഗിച്ചാണ് ഞാൻ പഠിച്ചത്. എനിക്ക് പക്ഷേ അതല്ല എക്സാമിന് വന്നത്. ഒന്നാമത്തെ ടൈൽ മാത്രം എനിക്ക് കോഡ് വന്നായിരുന്നു. ബാക്കി എൻ്റെ രീതിയിൽ തന്നെ ചെയ്തു. ഹ്യോറൻ എനിക്ക് ഒന്നുപോലും കോഡ് വന്നില്ല. എങ്കിലും അങ്ങനെ കോഡ് യൂസ് ചെയ്താണ് പഠിച്ചത്. 2-3 പേർക്ക് കോഡ് ആണ് മൊത്തം വന്നത്. അങ്ങനെ അവർ പാസ്സായിരുന്നു. സോ അതും വേണ്ടവർ ഇതുപോലെ കമൻറ്റ് ചെയ്യുക, ഞാൻ സഹായിക്കാം. അങ്ങനെയാണ്. പക്ഷേ സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഫസ്റ്റ് ടൈല് നമുക്ക് 7 ടോപ്പിക് ഉണ്ടല്ലോ, അതിൽ ഇത് നമ്മൾ പ്രസൻറ്റേഷൻ ആയിരുന്നല്ലോ. നമ്മളൊരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനതിൽ പറഞ്ഞത് ബുക്കായിരുന്നു, ബുക്കിനെ പഠിച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ 10th പഠിക്കുന്ന ഇസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആ ഒരു സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. ഞാനത് പ്രസൻറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്നോട് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ആൻസർ ഞാൻ സ്വൈറ്റൈലിലെ കണക്റ്റേഴ്സ് വെച്ചാണ് ഞാൻ ആൻസർ ചെയ്തത് 2 ലൈൻസ്. അതിനുശേഷം സെക്കൻഡ് ടൈൽ എന്ന് പറയുന്നത് ഞാൻ അതിൽ ജസ്റ്റ് ആ ഒരു ഇപ്പം മൈനൂം ആയിക്കോട്ടെ, എർഫാൽഗുൺ ആയിക്കോട്ടെ, അത് നമ്മളെല്ലാം പഠിക്കുന്ന ആ ഒരു പാറ്റേണിൽ ആണ്. പിന്നെ അത് അവിടെ വെച്ച് തന്നെ അതിൻ്റെ ഓൺ ബോർഡ് ഞാൻ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും, ഇപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഒരു PDF ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഇംഗ്ലീഷായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലാതായിട്ടുള്ള എൻ്റെ കയ്യിലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും പറയാൻ പറ്റുന്ന ഒരു
25ഓളം പോയിൻറ്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ChatGPT യൂസ് ചെയ്താണ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു പോയിൻറ്റ്സ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും പറയും തേർഡ് ടൈൽ ഈസി ആണെന്ന്. ബട്ട് എനിക്ക് അവിടെ ത്രിഭാഷത്ത് എഴുതിയപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മാർക്ക് കുറച്ചതെന്ന് എനിക്ക് ഫീൽ ആയത് തേർഡ് ടൈലിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അങ്ങനെ വരരുത്, ഇനിയിപ്പോൾ എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നുള്ളതുകൊണ്ട് തേർഡ് ടൈലിൽ കുറച്ച് പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ആ ഒരു ടൈമിൽ എനിക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടും എനിക്കറിയാവുന്നതൊരു ക്വസ്റ്റ്യനാണ് വന്നത്. ആ ടൈമിൽ എനിക്ക് ആ ഒരു പോയിൻറ്റ്സ് ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ ആ ഒരു പോയിൻറ്റ്സ് വെച്ച് പറഞ്ഞാണ് അപ്പോൾ എനിക്ക് എക്സാം കിട്ടുമെന്ന് എനിക്ക് അത്ര ഇതില്ലായിരുന്നു, എങ്കിലും ഞാൻ നന്നായിട്ട് പറഞ്ഞെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് എക്സാം നല്ല മാർക്കോടെ എനിക്ക് പാസ്സായി കിട്ടി. ഇനി നെക്സ്റ്റ് ഞാൻ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആവേണ്ടതെന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ കോഡുകളോ അതല്ലെങ്കിൽ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി കാണാതെ പഠിച്ചിട്ട് എഴുതേണ്ട ഒരു സംഭവമല്ല ജേർണൽ. എങ്കിലും നമ്മൾക്കറിയാം നമുക്ക് സിറ്റുവേഷൻസ് കാരണം പെട്ടെന്ന് പോകാനുള്ള ഇത് കാരണം എല്ലാവരും ഇങ്ങനെ കോഡും കാര്യങ്ങളൊക്കെ എക്സാം കിട്ടുന്നില്ല, അതൊന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് പഠിക്കുന്നത്, അത് ഓക്കെ. ബട്ട് നമുക്ക് ജർമ്മൻ അറിഞ്ഞിരിക്കണം. ജർമ്മനിൽ എന്ത് ചെയ്യാനാണെങ്കിലും ജർമ്മൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ജർമ്മൻ പഠിച്ച് തുടങ്ങിയവരായിക്കോട്ടെ അല്ലെങ്കിൽ B2 പഠിച്ച് പാസ്സായിട്ടും ജർമ്മൻ സംസാരിക്കുന്ന കോൺഫിഡൻസ് ഇല്ലാത്തവരായിക്കോട്ടെ, ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ ഒരു കാര്യം മലയാളത്തിൽ ഇപ്പോൾ ഒരു സെൻറ്റൻസ് ആലോചിക്കുക. അത് ആലോചിച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്, അത് ഞാനിങ്ങനെ മനസ്സിലാക്കുക അതിനെങ്ങനെ ജർമ്മനിൽ പറയുന്നു, പ്രത്യേകിച്ച് B2 ലെവലിൽ എങ്ങനെ അത് പറയുന്നു ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല എന്നാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന ജർമ്മൻ തന്നെ, ഒരിക്കലും നിങ്ങൾ മലയാളമോ ഇംഗ്ലീഷോ പോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യരുത് ജർമ്മൻ. പറഞ്ഞു വന്നത് നിങ്ങളുടെ തെറ്റിക്കോട്ടെ, ബട്ട് നിങ്ങൾ ആ ഒരു ജർമ്മൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക കറക്റ്റ് ജർമ്മനിലേക്ക്. നിങ്ങൾ ആദ്യം ജർമ്മൻ കൊടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഐ ഈറ്റ് ആപ്പിൾ, ഇഷ് എസ് എ അപ്പിൾ എന്നൊരു സംഭവം ഇപ്പോൾ എനിക്കതാണ് മനസ്സിലായത്. പക്ഷേ അത് തന്നെയാണോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ പോയിട്ട് ഐ ഈറ്റ് ആപ്പിൾ എന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് നോക്കരുത്. നിങ്ങൾ എന്താണോ ജർമ്മൻ നിങ്ങളുടെ തെറ്റിക്കോട്ടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഡുവലിങ്കോ ഇതിലൊക്കെ ഞാൻ ആപ്സ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ സംടൈംസ് ഞാൻ ChatGPT തന്നെ ഫ്ലൈറ്റ് ChatGPT തന്നെ ChatGPT ക്വസ്റ്റ്യൻ പറയും, ഞാനത് റെക്കോർഡ് ചെയ്ത് ആൻസർ വിടും. അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ChatGPT ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ മിസ്റ്റേക്സ് ഞാനിപ്പോൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വൊക്കാബുലറീസ്, അതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ മിക്കവരും പറയുന്നുണ്ട് വൊക്കാബുലറീസ് ഒരു ഇതിൽ പഠിച്ച് വരുമ്പോൾ അത് B2 ലെവലിൽ ആ വൊക്കാബുലറി മാറും, വേറൊരു വേർഡാണ്. അപ്പോൾ ഇതിനിപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം എങ്ങനെ വന്നാലും ഒരു 5 വൊക്കാബുലറീസ് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു 5 വൊക്കാബുലറി ഇപ്പോൾ ഞാൻ നോർമലി ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ട് 50 വൊക്കാബുലറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനെല്ലാത്തിനും ഇപ്പോൾ B2 ലെവലിൽ വേറൊരു വേർഡുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു വേർഡ്സിൽ നിന്ന് 5 വേർഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു B2 ലെവൽ വേർഡ് ഒരു ദിവസം പഠിക്കാൻ ശ്രമിക്കും. അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ ഏത് രീതിയിലാണെങ്കിലും. ആ ഒരു 50 വൊക്കാബുലറീസ് വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം, അതിൽ ഞാൻ കൊടുത്തേക്കാം. അത് ഇമ്പോർട്ടൻറ്റ് വേർഡ്സാണ്, പഠിക്കാനും ഈസിയാണ്. ആ ഒരു വേർഡ്സ് കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം സംസാരിക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് സെൻറ്റൻസ് ക്രിയേഷൻ, അതിപ്പോൾ പ്രസൻറ്റ് ആയിക്കോട്ടെ പാസ്റ്റ് ആയിക്കോട്ടെ പെറ്റ ബ്ലൂസ് കം പെർഫെക്റ്റ് ഫ്യൂച്ചർ ആൻഡ് ഫ്യൂച്ചേഴ്സ് വൈ എന്തും ആയിക്കോട്ടെ, ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. വെർബിൻ്റെ പൊസിഷൻ ഇതൊക്കെ എപ്പോഴും വെർബ് സെക്കൻഡ് പൊസിഷൻ ആയിരിക്കും മിക്ക ടൈമിൽ. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ മോഡാൽ വേർബ്സും അതുപോലെ അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സും അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയില്ല. ഓൾട്ടർനേറ്റീവ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് യൂസ് ചെയ്ത് പറഞ്ഞാൽ തന്നെ കുറച്ചുകൂടി നല്ലതായിരിക്കും. കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ പുറകെ വീഡിയോസ് ഇടാം. പിന്നെ ടെൽക്കിൽ ഞാൻ പറയുന്നത് മെയിനായിട്ട് നിങ്ങൾ തന്നെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ലേസൺ ഹ്യോറൻ എപ്പോഴും കാണുക, കാർട്ടൂൺസ്. അതുപോലെ ഞാനിപ്പോൾ സൈഡിൽ കൊടുക്കുന്ന ജർമ്മൻ ചാനൽസ്, ഈസി ജർമ്മൻ, ഈ ചാനലിലെ വീഡിയോസ് കാണുക. പിന്നെ ഒരു ദിവസം എങ്ങനെ വന്നാലും 4 മണിക്കൂർ പഠിക്കുക. ഞാൻ 4 മണിക്കൂർ പഠിക്കുന്നുണ്ട്. ആ 4 മണിക്കൂറിൽ ഞാൻ 1.5 മണിക്കൂർ ഗ്രാമറാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 1.5 മണിക്കൂർ ഞാൻ എന്നെത്താൻ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. പിന്നെ സ്വൈറ്റൈലേറ്റ് കണക്റ്റുകൾ ഞാൻ മെയിനായിട്ട് നോക്കും എന്തെങ്കിലും പറയാൻ വേണ്ടി. പിന്നെ
അതുപോലെ പിന്നെ ബാക്കിയുള്ള ഇതിൽ ഞാൻ എൻ്റെ എക്സാം പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ടൈം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ അതിലുള്ള ഡോക്യുമെൻറ്റിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ മെയിനായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മെഡിക്കൽ ടേംസ് എന്നാണ് അതിനെ പറയുന്നതെന്ന് ആ ഒരു ഇതിനെ എന്തൊക്കെയാണ് വാക്കുകൾ പറയുന്നുള്ളത് പഠിച്ചിട്ട് ജർമ്മനിക്ക് ചെല്ലുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എൻ്റെ പോയ ഫ്രണ്ട്സ് ആണെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഫോണിൽ കൂടി സംസാരിച്ച് ജർമ്മൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, ഡൗട്ട്സ് ക്ലിയർ ചെയ്യും, മിസ്റ്റേക്കുകൾ തിരുത്തും. അതുപോലെ തന്നെ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇടയ്ക്ക് ടൈം കിട്ടുന്ന ദിവസങ്ങളിൽ ഞങ്ങളൊരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രാമേഴ്സ് എടുക്കും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യം പുറത്ത് പോയവർക്ക് പെട്ടെന്ന് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി കയറുമ്പോൾ ചില വാക്കുകൾ അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കുറച്ച് വാക്കെങ്കിലും ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ആ ഒരു വേർഡ്സും കാര്യം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ എല്ലാത്തിനും കൂടി കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ വിട്ടുതരാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുക. എന്തായാലും നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എക്സാമിന് വേണ്ടി ഈ ഒരു കോഡുകളായിക്കോട്ടെ, ബാക്കിയുള്ള ഇപ്പോൾ പുതിയ പുതിയ കോഡുകൾ വരുന്നുണ്ട്, ആ കോഡ്സ് യൂസ് ചെയ്ത് പഠിക്കുക. ഇല്ലാന്നാണെങ്കിൽ ഇപ്പോൾ ലേസിന് എങ്ങനെ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, ഹ്യോറിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എല്ലാത്തിനും സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ ചാനലിലിട്ടേക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക്സ് എവ്രി വൺ ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.